നമസ്കാരം. യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പോലീസ് കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് കേസെടുത്തിട്ടുള്ളത്. നെടുമങ്ങാട് വലിയമല സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യുവതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ടു നൽകിയ പരാതിയിന്മേലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റൂറൽ SP KS സുദർശന നേതൃത്വത്തിൽ യുവതിയിൽ നിന്നും മൊഴിയും എടുത്തിരുന്നു. വ്യാഴാഴ്ച 4:30 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മറ്റൊരു സ്ത്രീക്കൊപ്പം എത്തിയാണ് യുവതി കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നതും. 3 പേജുള്ള പരാതി എഴുതി നൽകിയിട്ടുണ്ട്. വാട്സപ്പ് ചാറ്റ്, ശബ്ദരേഖ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും കൈമാറിയിട്ടുമുണ്ട്. ADGP H വെങ്കടേഷിന് മുഖ്യമന്ത്രി പരാതി കൈമാറിയതിനു പിന്നാലെ പോലീസ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് തുടർ നടപടികൾ നിശ്ചയിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ രാഹുലിനെതിരെ പരാതി വന്നത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും വിലയിരുത്തുന്നുണ്ട്. ഓഗസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നുവെങ്കിലും പരാതിക്കാരി നേരിട്ട് എത്തിയതുമില്ല. എന്നാൽ മൂന്നാം കക്ഷികൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതികൾ പരിഗണിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ശബ്ദരേഖയിലെ യുവതിയെ കണ്ടെത്തി പരാതി എഴുതി നൽകുവാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യുവതി അതിന് തയ്യാറായിരുന്നില്ല. ശബ്ദരേഖയിലുള്ളത് തൻ്റെ ശബ്ദം തന്നെയാണ് എന്നത് സ്ഥിരീകരിക്കാനോ തള്ളാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിലും തയ്യാറായതുമില്ല. പരാതി ലഭിച്ചതോടെ പാലക്കാട്ടെ MLA ഓഫീസ് പൂട്ടി രാഹുൽ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഫോണും സ്വിച്ച് ഓഫ് ആണ്. FIR രജിസ്റ്റർ ചെയ്ത പോലീസ് അറസ്റ്റ് നീക്കം ആരംഭിച്ചതോടെ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കത്തിലാണ് രാഹുൽ മാങ്കൂട്ടം. യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തുടർ നടപടികളുടെ കാര്യത്തിൽ നിയമസഹായം തേടിയിട്ടുണ്ട്. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടത്തെയാണ് സമീപിച്ചിരിക്കുന്നത്. എന്നാൽ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടേ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകാവൂവെന്ന് സുപ്രീം കോടതി നിർദ്ദേശവുമുണ്ട്. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ സാധ്യമാകുമോ എന്ന് പരിശോധിക്കുന്നുമുണ്ട്. എന്നാൽ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിൽ അപാകതയുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ ആകുന്നത് എന്നും അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടവും പ്രതികരിച്ചിട്ടുണ്ട്.